സകലത്തിൻ്റെയും സൃഷ്ടാവും നിയന്താവും നമ്മുടെ പിതാവുമായ ഏക സത്യ ദൈവത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ അതിപരിശുദ്ധമായ നാമം എക്കാലവും എല്ലാറ്റിലും ഉപരി വാഴ്ത്തപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 17 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു. ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കും അത് ആരംഭിക്കുക. അത് നമ്മിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും? നീതിമാൻ കഷ്ടിച്ചു മാത്രം രക്ഷപ്പെടുന്നുവെങ്കിൽ ദുഷ്ടൻ്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? ഇവിടെ ഒരു സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പരിശുദ്ധ ജ്ഞാനം നൽകിയിരിക്കുന്ന ഒരു താക്കീത് തന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ പത്രോസിലൂടെ നൽകിയിരിക്കുന്നത്. നീതിമാൻ കഷ്ടിച്ചു മാത്രം രക്ഷപ്പെടുന്നുവെങ്കിൽ ദുഷ്ടൻ്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? ഇവിടെ ഈ ലോകത്തിൻ്റെതായ സുഖങ്ങളിലും ഈ ലോകത്തിൻ്റെ മഹത്വം കെട്ടിപ്പിടിക്കുന്നതിലും തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ ചായ്വുകൾക്കനുസരിച്ച്, തങ്ങളുടെ കണ്ണുകളുടെ ഇംഗിതത്തിനനുസരിച്ച്, ശരീരത്തിൻ്റെ ദുരാശകൾക്കനുസരിച്ച് തങ്ങളെ തന്നെ വിട്ടുകൊടുത്ത് ഈ ലോകത്തിൽ ജീവിക്കുന്ന ആ സുഖഭോഗങ്ങളിലും സമ്പത്തിലും മഹത്വത്തിലും ആനന്ദം കണ്ടെത്തുന്ന മനുഷ്യൻ സൗകര്യപൂർവം വിസ്മരിക്കുന്ന കാര്യമാണ് ഇവിടെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത്. നീതിമാൻ കഷ്ടിച്ചു മാത്രം രക്ഷപ്പെടുന്നുവെങ്കിൽ ദുഷ്ടൻ്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? പ്രിയപ്പെട്ടവരെ, ഈ താക്കീതിനെക്കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട സമയമായിരിക്കും. ദൈവപുത്രൻ യേശുക്രിസ്തു വാഗ്ദാനം നൽകിയിട്ടാണ് 2000 വർഷം മുമ്പ് ഭൂമിയിലും സ്വർഗത്തിലേക്ക് പോയത്. അവൻ വീണ്ടും വന്ന് അവൻ ഒരുക്കിയിരിക്കുന്ന അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിലെ തൻ്റെ വസതികളിലേക്ക് തനിക്കുള്ളവരെ കൂട്ടിക്കൊണ്ടുപോകാൻ അവൻ വീണ്ടും വരും എന്ന വാഗ്ദാനം. എന്നാൽ അതോടൊപ്പം തന്നെ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നുണ്ട്, അവൻ വരുന്നത് നീതി സ്ഥാപിക്കാനാണ്. അപ്പോൾ യോഗ്യതയുള്ളവർക്ക്, രക്ഷയ്ക്ക് നിയോഗം ലഭിച്ചവർക്ക്, രക്ഷയ്ക്കായി ഒരുങ്ങിയിരിക്കുന്നവർക്ക് നിത്യരക്ഷ നൽകി കൂട്ടിക്കൊണ്ടുപോകാനും ദുഷ്ടൻ്റെയും പാപിയുടെയും മേൽ ശിക്ഷ നടപ്പിലാക്കി ദൈവത്തിൻ്റെ നീതി സ്ഥാപിക്കാനുമാണ് ദൈവപുത്രൻ യേശുക്രിസ്തു വീണ്ടും വരുന്നത്. അത് മനുഷ്യൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, യേശുക്രിസ്തു വരും എന്ന് മനുഷ്യൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള വചനങ്ങൾ മനുഷ്യൻ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും, ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് ദൈവമായതിനാൽ അത് യഥാസമയം പൂർത്തിയാവും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ ഇപ്രകാരം ഒരു താക്കീത് തരികയാണ്. 2 തെസ്സലോനിക്ക 1-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. കർത്താവായ യേശു തൻ്റെ ശക്തരായ ദൂതന്മാരോടുകൂടെ അഗ്നിജ്വാലകളുടെ മധ്യേ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നതും യാതനകൾക്കിരയായ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുക എന്നതും ദൈവത്തിൻ്റെ നീതിയാണ്. അപ്പോൾ യേശുക്രിസ്തു 2000 വർഷം മുമ്പ് പ്രസംഗിച്ച പരിശുദ്ധ ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്ന സുവിശേഷങ്ങളിൽ അവസാന കാലത്തെക്കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്, അവിടെ രക്ഷയ്ക്ക് നിയോഗം ലഭിച്ച ദൈവമക്കളെ ഈ ലോകത്തിൻ്റെ മക്കൾ പീഡിപ്പിക്കണം, പരിഹസിക്കണം, അവർക്കെതിരെ സകലവിധ തിന്മകളും വ്യാജമായി ആരോപിക്കണം.
ഇതെല്ലാം യേശുക്രിസ്തു വളരെ കൃത്യമായി മുൻകൂട്ടി എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നത്, നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുന്നത് ദൈവത്തിൻ്റെ നീതിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ദൈവത്തെ പലപ്പോഴും ക്രിസ്ത്യാനി കാണാൻ കൂട്ടാക്കാറില്ല. ദൈവം സ്നേഹമാണ് എന്ന് മാത്രം കേട്ട് അതുകൊണ്ട് തങ്ങളുടെ ഏത് തിന്മകളിൽ തുടർന്നാലും കർത്താവ് ക്ഷമിക്കും എന്ന ഒരു ജാമ്യമെടുത്ത് എല്ലാ തിന്മകൾക്കും തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുകയും ആ തിന്മ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന അധികാരികളുള്ള ഒരു കാലഘട്ടത്തിലുമാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ താക്കീതിന് വളരെ ഗൗരവമുണ്ട്. വീണ്ടും പരിശുദ്ധാത്മാവ് പറയുകയാണ്, അപ്പോൾ അവൻ, വീണ്ടും വരുന്ന ദൈവപുത്രൻ, ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കുമെതിരായി പ്രതികാരം ചെയ്യും. ഇപ്പം ദൈവത്തിൻ്റെ പ്രതികാരം എന്തെന്നറിയണ്ടേ? ദൈവത്തിൻ്റെ പ്രതികാരം താങ്ങാൻ കഴിയുമോ എന്ന് പരിശോധിക്കണ്ടേ? ദൈവത്തിൻ്റെ പ്രതികാരത്തിൻ്റെ തീവ്രത എത്ര ഭയാനകമായിരിക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അറിയണ്ടേ? പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന അനേകർ തിരിച്ചറിഞ്ഞിട്ടില്ല, ഇത് കൽപ്പിച്ചിട്ടുള്ള കർത്താവ് ഇതനുസരിക്കാത്തവരോട് പ്രതികാരം ചെയ്യുന്നവനാണ്. ഇത് തിരിച്ചറിയാറില്ല. അല്ലെങ്കിൽ സൗകര്യപൂർവ്വം കണ്ണടച്ച് അത് കണ്ടില്ല എന്നടിക്കും. അപ്പോൾ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കെതിരെ, ദൈവത്തെ അറിയാൻ അവസരം കിട്ടിയിട്ടും ദൈവത്തെ അറിയാൻ ദൈവം അവസരങ്ങൾ നൽകിയിട്ടും അത് ബോധപൂർവം വേണ്ടെന്ന് വെച്ച് ദൈവത്തെ അറിയുന്നതിൽ വിസമ്മതിക്കുന്ന ഒരു തലമുറയാണ് ഈ തലമുറ. ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്ക്, ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്തവർക്ക്, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനമില്ലാത്തവർക്ക്, ദൈവത്തെക്കുറിച്ച് വികലമായ കാഴ്ചപ്പാട് കൊണ്ട് നടക്കുന്നവർക്ക് എതിരെ അവൻ പ്രതികാരം ചെയ്യും. അപ്പോൾ അവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും അവൻ്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് നിത്യനാശം ശിക്ഷയായി അനുഭവിക്കും. അപ്പോൾ അവർക്ക് ലഭിക്കുന്ന ശിക്ഷയാണ് നിത്യനാശം. ഇന്ന് പല ബൈബിൾ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുന്നത്, പല അധികാരികളും പോലും പറയുന്നത് കേട്ടിട്ടുണ്ട്, അങ്ങനെ ദൈവം നിത്യശിക്ഷയും തരുന്ന ആളല്ല, ദൈവം അങ്ങനെ ക്രൂരനൊന്നുമല്ല, നിത്യശിക്ഷയൊന്നുമില്ല, നിങ്ങൾ തിന്മയിൽ തുടർന്നുകൊള്ളൂ, കുഴപ്പമില്ല. ദൈവത്തിൻ്റെ വചനം അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നു, നിത്യശിക്ഷയുണ്ട്. കർത്താവ് തൻ്റെ വിശുദ്ധരിൽ മഹത്വപ്പെടുന്നതിനും ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ സാക്ഷ്യം മുഖേന വിശ്വാസികളായവരിലൂടെ കീർത്തിക്കപ്പെടുന്നതിനുമായി ആ ദിവസം അവൻ വരുമ്പോൾ ഇത് സംഭവിക്കും. അപ്പോൾ ഇത് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് സംഭവിക്കുന്നതിലൂടെ ദൈവം മഹത്വപ്പെടുന്നു. അവിടുത്തെ വിശുദ്ധരിൽ ദൈവം കീർത്തിക്കപ്പെടുന്നതിന്, വിശ്വാസികളായവരിലൂടെ ദൈവം മഹത്വപ്പെടുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം ദൈവം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് പരിശുദ്ധാത്മാവ് ഇതെല്ലാം എഴുതി വച്ചിരിക്കുന്നത്? ഈ താക്കീതുകൾ ദൈവം നൽകുന്നത് എന്തുകൊണ്ടാണ്? ദുഷ്ടനും പാപിയുമായിരിക്കാതെ അനുതപിച്ച് ദൈവസന്നിധിയിൽ ദൈവമൊരുക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി തിരികെ വന്ന് ദൈവത്തിൻ്റെ രക്ഷ ദൈവമക്കൾ പ്രാപിക്കാൻ വേണ്ടി, രക്ഷ പ്രാപിക്കേണ്ടവർക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഈ താക്കീതും മുന്നറിയിപ്പും വ്യക്തമായി എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, ഞാൻ രക്ഷ പ്രാപിക്കും എന്ന് കരുതിയിരിക്കുന്നവരെല്ലാം ഈ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകണം. പ്രിയപ്പെട്ടവരെ, അനേകം ദൈവീക രഹസ്യങ്ങൾ, അനേകം ദൈവീക സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന, രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന വചനമാണ് നമ്മൾ വായിച്ചത്. എന്നാൽ അതെല്ലാം പരിശോധിക്കുവാൻ ഇപ്പോൾ നമുക്ക് സമയമില്ല. എന്നാൽ ആ വചനം തുടങ്ങിയിരിക്കുന്ന ശ്രദ്ധിച്ച്, എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സമയമുണ്ട്, വിധിയുടെ സമയം. ആ സമയം നമുക്കറിയാൻ കഴിയും എന്നതാണ് പരിശുദ്ധ ബൈബിളിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന സത്യം. അല്ല, അനേകരെ തങ്ങൾ തിന്മയിൽ തുടരാൻ പല ബൈബിൾ വ്യാഖ്യാതാക്കളും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, കർത്താവ് കളനെ പോലെ വരും, നമുക്കൊന്നും അറിയാൻ പറ്റില്ല, ആ ദിവസത്തെക്കുറിച്ച് പിതാവിനല്ലാതെ മറ്റാർക്കും അറിയില്ല, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് പൊക്കോ, നമ്മളങ്ങ് ഒരുങ്ങിയിരുന്നാൽ മതി എന്ന് പറഞ്ഞ് അവരും ഇത് പറയുന്നവരും
ഇത് കേൾക്കുന്നവരും ഒരുങ്ങാതിരിക്കുന്ന വേണ്ടി സാത്താൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വലിയ പദ്ധതിയാണത്. അപ്പോൾ അതെന്തിനെക്കുറിച്ചാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അത് അറിയാൻ കഴിയില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്? അത് ഏത് ദിവസത്തെക്കുറിച്ചാണ്? ഇതൊക്കെ ബൈബിളിൽ വ്യക്തമായി എഴുതപ്പെട്ടിട്ടുണ്ട്. അത് വിധിയുടെ സമയം തിരിച്ചറിയരുതെന്നല്ല എൻ്റെ അർത്ഥം. കർത്താവിന് രണ്ടാം വരവിൻ്റെ സമയമായി എന്ന് തിരിച്ചറിയാൻ കഴിയില്ല എന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ അജ്ഞത ബാധിച്ചവരും അന്ധരെ നയിക്കുന്ന അന്ധരായി തീർന്നവരും ഇങ്ങനെയാണ് പഠിപ്പിച്ച് ജനത്തെ അജ്ഞതയിലിട്ട്. അവിടുന്ന് ഹോസിയ പ്രവാചകനോട് വിലപിക്കുന്നുണ്ട്, എൻ്റെ ജനം അജ്ഞത നിമിത്തം നശിക്കുന്നു. കാരണം അവരെ നയിക്കേണ്ടവർ അജ്ഞതയുടെ പിടിയിലാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം സമയം തിരിച്ചറിയണം. വിധിയുടെ സമയം തിരിച്ചറിയണം. ന്യായവിധി അടുത്തെത്തി എന്ന് തിരിച്ചറിയണം. യുഗാന്തം അടുത്തെത്തി എന്ന് തിരിച്ചറിയണം. കർത്താവിൻ്റെ ദിനം അടുത്തെത്തി എന്ന് തിരിച്ചറിയണം. ദൈവത്തിൻ്റെ പ്രതികാരം അടുത്തെത്തി എന്ന് തിരിച്ചറിയണം. ദൈവത്തിൻ്റെ രക്ഷയും അടുത്തെത്തി എന്ന് തിരിച്ചറിയണം. ഇതൊക്കെ നാം തിരിച്ചറിയേണ്ടതുണ്ട് രക്ഷ പ്രാപിക്കാൻ. അപ്പോൾ സമയം തിരിച്ചറിയണം. വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു. സഭാപ്രസംഗൻ 8:5 കൽപ്പന അനുസരിക്കുന്നവന് ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല, ജ്ഞാനി തക്ക സമയവും വഴിയും അറിയുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ പരിശുദ്ധ ബൈബിൾ പരിശോധിച്ചാൽ, അത് പുതിയ നിയമമാകട്ടെ പഴയ നിയമമാകട്ടെ, നാം വീണ്ടും വീണ്ടും കണ്ടുമുട്ടുന്ന ഒരു സത്യമുണ്ട്. അന്ത്യകാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്ന കാര്യമാണ് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം. അത് പ്രവാചക വചനങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളിലും അപ്പസ്തോലന്മാരെ വഴി പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് കാണാം. അത് ലോകത്തിൻ്റെ വിജ്ഞാനമല്ല, ലൗകിക വിജ്ഞാനമല്ല, ഈ ലോകത്തിലെ ഡിഗ്രിയും സെറ്റപ്പുകളൊന്നുമല്ല, ഈ ലോകം വിജ്ഞാനമെന്ന് കരുതുന്നതുമല്ല, ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം, ഏക സത്യ ദൈവമായ നമ്മുടെ പിതാവിൽ നിന്നുള്ള ജ്ഞാനം. ഈ ജ്ഞാനമുള്ളവർക്കാണ് വഴിയും തക്ക സമയവും തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പോൾ നാം എത്രമാത്രം തീക്ഷ്ണതയോടെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നാം എത്രമാത്രം ആഗ്രഹിക്കണം അതിനു വേണ്ടി. അതിനെങ്ങനെ ലഭിക്കുമെന്നുള്ള വഴികളെല്ലാം പരിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ജ്ഞാനമുള്ളവർക്കാണ് സമയം തിരിച്ചറിയാൻ കഴിയും. പ്രഭാഷകൻ 38:24 പണ്ഡിതൻ്റെ ജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ വിശ്രമമില്ലാതെ, റെസ്റ്റില്ലാത്ത ഒരാൾക്ക് ജ്ഞാനം സ്വന്തമാക്കാനുള്ള ആഗ്രഹം കൊണ്ടു നടക്കാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ ഒന്നും കഴിയില്ല. അതുകൊണ്ട് വീണ്ടും ദൈവത്തിൻ്റെ ജ്ഞാനം പറയുക, വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കും. പ്രിയപ്പെട്ട, അത് നാം ആഴമായി നമ്മെ പരിശോധിക്കേണ്ട ഒരു വചനമാണ്. വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കും. ലൂക്കായുടെ സുവിശേഷം 21 34 മുതൽ 36 വരെ വചനങ്ങൾ വായിച്ചാൽ യേശു ക്രിസ്തു നൽകിയ ഒരു വലിയ താക്കീത് കാണാം. സുഖലോലുപത, ജീവിത വ്യഗ്രത, ആസക്തി എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം കർത്താവിൻ്റെ പ്രതികാരത്തിൻ്റെ ദിനം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുള്ളൂ. അപ്പോൾ അവസാന കാലത്തു മനുഷ്യൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രതികാരം വന്ന് വീഴാൻ ഇടയാക്കുന്ന, അതിന് മാത്രം അവൻ്റെ മനസ്സിനെ ദുർബലപ്പെടുത്തുന്ന ഒരു തിന്മയാണ് ജീവിത വ്യഗ്രത. ഇന്ന് ലോകത്തിൽ മനുഷ്യൻ വ്യഗ്രതയുടെ ചങ്ങലക്കുള്ളിലാണ്. അവനെ നയിക്കുന്നത് ഒരു വലിയ ഘടകമാണ് ഈ വ്യഗ്രത. അവൻ്റെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള, നാളേക്ക് വേണ്ടിയുള്ള, ഓരോരോ കാര്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയുള്ള, ഓരോന്നും നേടാൻ വേണ്ടിയുള്ള, അവൻ്റെ ശരീരത്തിന് ഇംഗിതങ്ങൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള വ്യഗ്രതകളിൽ ഓടുകയാണ് മനുഷ്യൻ. ആർക്കും സമയമില്ല, ആർക്കും വിശ്രമമില്ല. അങ്ങനെ വിശ്രമിക്കുന്ന ഒരുവനെ കണ്ടാൽ അവനെ ഭോഷനെന്ന് വിളിക്കുന്ന ലോകം. ഈ ജീവിതത്തിൽ ഉള്ള സമയം 10 ചക്രമുണ്ടാക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ, വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും ശ്രമിക്കുന്നില്ലെങ്കിൽ അവനെ ഒരു പരാജയമായി എഴുതിത്തള്ളുന്ന ലോകം. ഇവിടെ വ്യഗ്രതയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ ആർക്ക് ഉൾക്കൊള്ളാൻ കഴിയും? അതാർക്ക് സ്വീകരിക്കാൻ കഴിയും? പക്ഷേ വ്യഗ്രത ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ആ ജ്ഞാനത്തിലൂടെ മാത്രമാണ് ദൈവത്തെ അറിയാൻ നമുക്ക് കഴിയുള്ളൂ. കാരണം ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആദ്യത്തെ പടി അവളാണ്. അപ്പോൾ ദൈവത്തെ അറിയാൻ കഴിയണമെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട ആദ്യത്തെ കാര്യമാണ് ജ്ഞാനം. അതിനൊന്നും ആർക്കും സമയമില്ല.
പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഒരു വളരെ കൃത്യമായ ഒരു സാമ്പിൾ, ഒരു ദൃഷ്ടാന്തം ഏകദേശം 3500 വർഷം മുമ്പ് ഈജിപ്തിൽ വെച്ച് നടന്നതായി പുസ്തകത്തിൽ എഴുതപ്പെടുന്നു. ദൈവം മോശയെ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ, അവരെ മോചിപ്പിച്ചുകൊണ്ടുവന്ന് മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കാൻ അവരെ വിട്ടുതരണം എന്ന ആവശ്യവുമായി ഫറവോയുടെ അടുക്കിലേക്ക് ദൈവം മോശയെ അയച്ചു. അങ്ങനെ മോശ എന്ന് പറഞ്ഞു, മരുഭൂമിയിൽ ഞങ്ങൾ ദൈവത്തിന് തിരുനാൾ ആഘോഷിക്കാൻ ജനത്തെ വിട്ടയക്കണമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ മോശ ഒരു ഫറവോ അത് പരിഹസിക്കുന്നുണ്ട്. ആരായി കർത്താവ്, അവനെ അനുസരിക്കാൻ അവനാരാ എന്നൊക്കെ ദൈവധിക്കാരപൂർവ്വം സംസാരിച്ചിട്ട് പിന്നീടൊരു കാര്യം ചെയ്യുന്നുണ്ട്. പുറപ്പാട് 5:6-9. ഫറവോ അന്ന് തന്നെ ജനത്തിൻ്റെ മേൽനോട്ടക്കാരോടും അവരുടെ മേലധികാരികളോടും കൽപ്പിച്ചു, ഇഷ്ടികയുണ്ടാക്കാൻ വേണ്ട വൈക്കോൽ മുമ്പെന്ന പോലെ ഇനി ജനത്തിന് എത്തിച്ചു കൊടുക്കേണ്ട. അപ്പോൾ അന്ന് ഇസ്രായേൽ ജനം അടിമവേലയിലാണ്. അവരുടെ പ്രധാന ജോലി നഗരങ്ങൾ പണിയലാണ്. ഇഷ്ടിക ഉണ്ടാക്കിയത് പണിയുകയാണ്. അപ്പോൾ ഇഷ്ടിക ഉണ്ടാക്കാൻ വേണ്ട വൈക്കോൽ ഇനി എത്തിച്ചു കൊടുക്കണ്ട, അവർ തന്നെ പോയി ആവശ്യമുള്ള വൈക്കോൽ ശേഖരിക്കട്ടെ. എന്നാൽ ഇതുവരെ ഉണ്ടാക്കിയിരുന്നത്ര ഇഷ്ടിക ഉണ്ടാക്കാൻ അവരെ നിർബന്ധിക്കുകയും വേണം. അപ്പോൾ ഓരോ ദിവസവും ഉണ്ടാക്കേണ്ട ഇഷ്ടികയുടെ എണ്ണത്തിൽ കുറവ് വരാൻ പാടില്ല, അതുണ്ടാക്കാൻ നിർബന്ധിക്കണം. പക്ഷെ നിങ്ങൾ വൈക്കോൽ എത്തിച്ചു കൊടുക്കേണ്ട, അവർ തന്നെ പോയി ശേഖരിക്കട്ടെ. എന്താ ഇത് പറയാൻ കാരണം? അവർ അലസരാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ദൈവത്തിന് ബലിയർപ്പിക്കാൻ ഞങ്ങൾ പോകട്ടെ എന്നവർ മുറവിളി കൂട്ടുന്നത്. അവരെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിക്കുക, അങ്ങനെ അവർ അധ്വാനിക്കുകയും വ്യാജവാക്കുകളിൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യട്ടെ. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഇന്ന് സാത്താൻ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിക്കുക. അപ്പോൾ ഇന്ന് എല്ലാത്തരം ജോലികളിലും മനുഷ്യനെ ചങ്ങലക്കിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വല്ലതും പറയും, ജോലി ജീവിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ജോലി വേണ്ടേ? സമ്പത്ത് വേണ്ടേ? ഇവിടെ ലോകത്തിൽ മാന്യത വേണമെങ്കിൽ സമ്പത്ത് വേണ്ടേ? കാര്യങ്ങൾ നടക്കാൻ സമ്പത്ത് വേണ്ടേ? അതുണ്ടാക്കാൻ ജോലി ചെയ്യണ്ടേ? ലോകം മാറിയില്ലേ? ഇങ്ങനെ ഒത്തിരി ന്യായീകരണങ്ങൾ മനുഷ്യൻ പറയും. പക്ഷേ ഈ സാത്താൻ്റെ പ്രവൃത്തിയാണ് ഇന്ന് അതിൻ്റെ പൂർണ്ണതയിൽ നാം കാണുന്നത്. അവരെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിക്കുക, അങ്ങനെ അവർ അധ്വാനിക്കട്ടെ, രാവും പകലും അധ്വാനിക്കട്ടെ. എന്തിനു വേണ്ടി? അതറിയില്ല. എന്തിനോ വേണ്ടി അധ്വാനിക്കുകയാണ് മനുഷ്യൻ. വ്യാജവാക്കുകൾ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യട്ടെ. കണ്ട, ഇതാണ് സാത്താൻ്റെ ഏറ്റവും വലിയ ഒരു തന്ത്രം. ദൈവത്തിൻ്റെ വാക്കിനെ, ദൈവത്തെ അറിയാനും ദൈവത്തിനു മുമ്പിൽ വിശ്രമം നേടാനും ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാനും ദൈവത്തിൻ്റെ ജ്ഞാനം നേടാനും ദൈവത്തെ അറിയാനുമൊക്കെയുള്ള ദൈവത്തിൻ്റെ വാക്കുകളെ വ്യാജവാക്കായി ഈ ജോലി അധ്വാനം ഈ ലോകത്തിൻ്റെ നേട്ടം ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ചിത്രീകരിക്കും. അതുകൊണ്ട് ദൈവത്തെ അറിയാൻ വിശ്രമം എടുക്കുന്നവനെ, ദൈവത്തെ അറിയാൻ വേണ്ടി ജോലിയിൽ നിന്ന് പിന്മാറുന്നവരെ പരിഹാസ്യരായും ഒളിച്ചോടുന്നവരായുമൊക്കെ ഈ ലോകത്തിൻ്റെ അധ്വാനശീലർ പരിഹസിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകളെ വ്യാജവാക്കായി ചിത്രീകരിക്കാൻ സാത്താന് മാത്രമേ കഴിയൂ. ദൈവത്തിൻ്റെ വാക്ക് സത്യമാണ്, അത് നുണയാന്ന് പറയാൻ നുണയുടെ പിതാവായ സാത്താന് മാത്രമേ കഴിയൂ. അപ്പോൾ ഈ ഒരു വലിയ കുടുക്കിലായി, ഈ ഒരു വലിയ ചതിക്കുഴിയിലായി മനുഷ്യൻ. ഇന്ന് അധ്വാനം, ആർക്കും വിശ്രമമില്ല ജ്ഞാനം അന്വേഷിക്കാൻ. വ്യഗ്രത ഒഴിയാതെ ജ്ഞാനം ലഭിക്കുകയില്ല. ജ്ഞാനം ലഭിക്കാതെ സമയം തിരിച്ചറിയില്ല. അപ്പോൾ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു എന്ന് 2000 വർഷം മുമ്പ് പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചത് അത് അന്നത്തേക്ക് വേണ്ടിയല്ല. അങ്ങനെ ഒരു സമയമുണ്ട്, അവസാന കാലം. ആ കാലം തിരിച്ചറിയണം. അപ്പോൾ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു. ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കും അതാരംഭിക്കുക. അപ്പോൾ അതേതാണ് ദൈവഭവനം? അതെന്തുകൊണ്ടാണ് ദൈവഭവനത്തിൽ ആരംഭിക്കുന്നത്? അത് നമുക്ക് പിന്നീട് പരിശോധിക്കാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വീണ്ടും പറയുക, നീതിമാൻ കഷ്ടിച്ചു മാത്രം രക്ഷപ്പെടുന്നെങ്കിൽ ദുഷ്ടൻ്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ ദുഷ്ടനും പാപിയുമായിരിക്കുന്നവൻ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരാണ്. അത് നമ്മിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും? അതാണ് ദുഷ്ടനും പാപിയുമായിരിക്കുന്നവൻ. അവരുടെ സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ നീതിമാൻ പോലും കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത്.
ആ വാക്കുകളുടെ ഗൗരവം നാം ധ്യാനിക്കണ്ടേ. നീതിമാൻ പോലും കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത്. അപ്പോൾ ഒരു ചോദ്യം ഉദിക്കും, ആരാണ് നീതിമാൻ? മനുഷ്യരുടെ മധ്യേ ഒരുവൻ നീതിമാനായി കാണപ്പെട്ടതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? മനുഷ്യരെല്ലാവരും ഒരു വ്യക്തിയെ നീതിമാനെന്ന് വിളിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം ലോകത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ നീതി അല്ല ദൈവത്തിൻ്റെ നീതി. അപ്പോൾ ദൈവം ആരെയാണ് നീതിമാൻ എന്ന് വിളിക്കുന്നത് എന്ന് പരിശുദ്ധ ബൈബിളിൽ പരിശോധിക്കണം. ദൈവത്തിൻ്റെ മുൻപിൽ നീതിമാന്മാരാകുന്നത് ആരാണ് എന്ന് പരിശോധിക്കണം. ലേവ്യർ 20:26 എൻ്റെ മുൻപിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ, എന്നാൽ കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റു ജനങ്ങളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. ഇതൊക്കെ ഇന്നും മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ദൈവം വേർതിരിക്കുന്നത് അവർക്ക് മനസ്സിലാവുക പോലുമില്ല. എന്നാൽ ദൈവം വേർതിരിക്കുന്നുണ്ട്. അത് ആദ്യം മുതലേ ദൈവം ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. പ്രകാശത്തെ അന്ധകാരത്തിൽ നിന്ന് വേർതിരിച്ച് ആ പ്രകാശത്തെ സ്വന്തമാക്കുന്ന ദൈവം. അപ്പോൾ നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന്, അപ്പോൾ ദൈവത്തിന് സ്വന്തമായിരിക്കുന്ന ഒരു ഗണമുണ്ട്. അവർ വേർതിരിക്കപ്പെട്ട ഗണമാണ്. അപ്പോൾ വചനം പറയാം, നിങ്ങൾ എൻ്റെ മുമ്പിൽ വിശുദ്ധരായിരിക്കും. അപ്പോൾ നാം പരിശുദ്ധരായിരിക്കേണ്ടത്, നാം വിശുദ്ധരായിരിക്കേണ്ടത്, നാം നീതിമാന്മാരായിരിക്കേണ്ടത് ദൈവത്തിന് മുൻപിലാണ്, ദൈവത്തിൻ്റെ നോട്ടത്തിലാണ്. ഹൃദയങ്ങൾ പരിശോധിക്കുന്ന, എല്ലാം അറിയുന്ന, സർവജ്ഞാനിയായ, അനാദി മുതൽ അനന്തത വരെ കാണുന്ന ദൈവത്തിന് മുൻപിൽ നാം ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവരാണ്. ഇവിടെ ഒരു ബൈബിൾ മുഴുവൻ പരിശോധിച്ചാൽ കാണാം, മനുഷ്യൻ്റെ ഒരു പ്രവൃത്തി മൂലവും, മനുഷ്യൻ്റെ ഒരു സൽപ്രവൃത്തികൾ മൂലവും അവൻ നീതീകരിക്കപ്പെടുന്നില്ല. ദൈവം നൽകിയ നിയമങ്ങളാണെങ്കിൽ പോലും ഈ നിയമാനുഷ്ഠാനം മൂലം ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പരിശുദ്ധ ബൈബിൾ അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നു. അപ്പോൾ കർത്താവ് നമ്മളെ കുറ്റം ചുമത്താൻ പാടില്ല. അപ്പോൾ അവരാണ് നീതിമാൻ. സങ്കീർത്തനങ്ങൾ 32:2 കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും അനുഗ്രഹീതൻ. അപ്പോൾ കർത്താവ് കുറ്റം ചുമത്താത്തവനാണ് നീതിമാൻ. അപ്പോൾ ഓരോരുത്തരും പരിശോധിക്കണ്ടേ, എന്നിൽ ദൈവം കുറ്റം ചുമത്തുന്നുണ്ടോ? ദൈവം കുറ്റം ചുമത്തുന്നുണ്ടോ? ഇതാരെ പരിശോധിക്കുന്നത്? ഓരോരുത്തരും അവനവനെ നീതീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ആളുകൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയാൽ തങ്ങൾ നീതിമാന്മാരാണ് എന്ന് ഗണിക്കുന്നു. വേറെ കുറേ ആളുകൾ തങ്ങളുടെ ചില അറിവുകളുടെ അടിസ്ഥാനത്തിൽ തങ്ങൾ നീതിമാന്മാരാണെന്ന് ഗണിക്കുന്നു. ദൈവം കുറ്റം ചുമത്തുന്ന ആരാണെന്ന് തിരിച്ചറിയണ്ടേ? ദൈവം ആരെയാണ് നീതിമാനെന്ന് പരിഗണിക്കുന്ന അറിയണ്ടേ? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വചനങ്ങൾ. പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്ന അവൻ്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടും. ഇത് വളരെ ആഴമായ ദൈവീക രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വചനമാണ്. നമുക്കിത് പിന്നീട് പരിശോധിക്കാം. അപ്പോൾ പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനാണ് ദൈവപുത്രൻ യേശുക്രിസ്തു. അത് പ്രവൃത്തികൾ നോക്കിയിട്ടല്ല നീതീകരിക്കണേ, പാപിയെയാണ് നീതീകരിക്കണേ. അപ്പോൾ ദൈവം നീതീകരിക്കണം. അത് പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല, വിശ്വാസത്താലാണ്. വിശ്വാസത്താലുള്ള നീതിയാണ് ബൈബിളിലുടനീളം അപ്പസ്തോലന്മാർ പ്രസംഗിച്ചതും പരിശുദ്ധാത്മാവ് അവസാന കാലത്ത് പ്രസംഗിക്കുന്നതും. പ്രവൃത്തികൾ നോക്കാതെ തന്നെ നീതിമാനെന്ന് ദൈവം പരിഗണിക്കുന്നവൻ്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നു. അപ്പോൾ സങ്കീർത്തനം 32 നമ്മൾ കാണുന്ന മുഴുവൻ അതിനെക്കുറിച്ചാണ്. പ്രവൃത്തികൾ നോക്കാതെ തന്നെ നീതിമാനെന്ന് ദൈവം പരിഗണിക്കുന്നവൻ്റെ ഭാഗ്യം. അതൊരു വലിയ അനുഗ്രഹമാണ്, അതൊരു വലിയ തെരഞ്ഞെടുപ്പാണ്, അതൊരു വലിയ സൗജന്യ നീതീകരണമാണ്. അത് പ്രവൃത്തികൾ നോക്കിയിട്ടല്ല, ദൈവം നീതിമാനെന്ന് പരിഗണിക്കുന്നു. മനുഷ്യനല്ല, ദൈവം പരിഗണിക്കണം. മനുഷ്യൻ പരിഗണിച്ചതുകൊണ്ട്, ഈ ലോകത്തിൽ നീതിമാനായി വാഴ്ത്തപ്പെട്ടതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതിക്രമങ്ങൾക്ക് മാപ്പും
പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ അനുഗ്രഹീതൻ. അപ്പോൾ അങ്ങനെ ദൈവം നീതീകരിക്കുന്നത്. അതിക്രമങ്ങൾക്ക് മാപ്പ് നൽകി, പാപങ്ങൾക്ക് മോചനം നൽകി, വിശ്വാസത്താൽ നമ്മെ നീതീകരിക്കുന്ന ദൈവം. അപ്പം അങ്ങനെ ഒരു നീതി ദൈവം അന്ത്യകാലത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുമുണ്ട്. കർത്താവ് കുറ്റം ചുമത്താത്തവൻ അനുഗ്രഹീതൻ. അപ്പോൾ ദൈവവചനത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിന് മുൻപിൽ നീതിമാനായിരിക്കണം, ദൈവം നീതിമാനായി പ്രഖ്യാപിക്കണം, ദൈവം സൗജന്യമായി നീതീകരിക്കണം. അത് പ്രവൃത്തിയുടെ ഫലമല്ല, നേടിയെടുക്കുന്ന നീതീകരണമല്ല, അത് ദൈവം സൗജന്യമായി തരുന്ന നീതീകരണമാണ്. അത് പരിശുദ്ധ ബൈബിളിൽ അനേകയിടത്ത് നമുക്ക് കാണാം. അപ്പോൾ ദൈവം അങ്ങനെ നീതിമാന്മാരായി ഗണിക്കുന്ന ഒരു ഗണമുണ്ട്. ദൈവം അന്ത്യകാലത്ത് നീതീകരിക്കുന്ന ഒരു ഗണമുണ്ട്. ആ നീതിമാൻ പോലും കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത്. അപ്പോൾ വിശ്വാസത്താലാണ് നാം നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു ചോദ്യം ഉദിക്കും, ആരിലൊക്കെ വിശ്വസിക്കണം? അത് പരിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി എഴുതപ്പെട്ടിട്ടുണ്ട്. എന്തിലൊക്കെ വിശ്വസിക്കണം? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിലും ദൈവത്തിൻ്റെ വാക്കുകളിലും ദൈവത്തിൻ്റെ പ്രവൃത്തികളിലും ദൈവം അയക്കുന്നവരിലും വിശ്വസിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് തിരിച്ചറിയണം, വിവേചിച്ചറിയാൻ കഴിയണം. അത് ദൈവത്തിൻ്റെ വചനമാണെന്ന് വിവേചിക്കാൻ കഴിയണം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വിവേചിക്കാൻ കഴിയണം. ദൈവം അയക്കുന്നവരെ വിവേചിക്കാൻ കഴിയണം. ഇതൊക്കെ അത്യന്താപേക്ഷിതമാണ്. ഇതെല്ലാം വിശ്വസിച്ചാലാണ് വിശ്വാസം പൂർണ്ണമാവുള്ളൂ. വീണ്ടും ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവപിതാവിലും അവിടുത്തെ പുത്രനിലും അവിടുത്തെ പരിശുദ്ധാത്മാവിലും അവിടുത്തെ പുത്രി പരിശുദ്ധ ജ്ഞാനത്തിലും വിശ്വസിക്കണം. ഇതിലാരെയെങ്കിലും തള്ളിക്കളഞ്ഞാൽ ആ വിശ്വാസം ദൈവസന്നിധിയിൽ നീതീകരിക്കുന്ന വിശ്വാസമല്ല. അത് ബൈബിൾ വ്യാഖ്യാതാക്കളും പണ്ഡിതന്മാരും വിവിധ വക്താക്കളുമൊക്കെ ധാരാളം ന്യായീകരണങ്ങളും അല്ലെങ്കിൽ ദൈവശാസ്ത്രങ്ങളും പറയുമായിരിക്കും. അതവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, അവരുടെ ആശ്വാസന. ദൈവസന്നിധിയിൽ ദൈവം നീതീകരിക്കണമെങ്കിൽ ഈ വിശ്വാസം പൂർണ്ണമായിരിക്കണം. അപ്പോൾ അനേകം കാര്യങ്ങളിൽ നാം വിശ്വസിക്കേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം വിവേചിച്ചറിയാൻ കഴിയണ്ടേ? അങ്ങനെ വിശ്വാസത്താലാണ് ഒരുവൻ നീതീകരിക്കപ്പെടും. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ വളരെ വിശദമായി ഈ അന്ത്യകാലത്ത് ദൈവം പ്രഘോഷിക്കുന്ന സദ്വാർത്ത എന്ന ദൈവവചന ശുശ്രൂഷ വഴി ദൈവത്താൽ അയക്കപ്പെട്ട ദൈവത്തിൻ്റെ പ്രവാചകൻ ജോസഫ് പൊന്നാർ വഴി ഈ ലോകത്ത് പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ നീതിമാൻ പോലും കഷ്ടിച്ച് മാത്രം രക്ഷപ്പെടുന്നു. ആ വാക്കുകളെ ആഴം നാം പരിശോധിക്കണ്ടേ. മത്തായി 7:13-14 ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവിൻ. അതാണ് കഷ്ടിച്ച് മാത്രമുള്ള രക്ഷ. ഇടുങ്ങിയ വാതിൽ, ഈ വാതിൽ ഇടുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്. അനേകർ അതിലേക്ക് കടന്നു പോകുന്നവർ വളരെയാണ് താനും. എങ്ങോട്ട് കടന്നു പോകുന്നു? വിനാശത്തിലേക്ക്. എങ്ങനെയുള്ള വിനാശം? നിത്യനാശം. അനേകർ പോകും. കാരണം വഴി വളരെ വിസ്തൃതമാണ്, വളരെ വിശാലമാണ്, വളരെ സ്മൂത്താണ്. അവിടെ ശരീരത്തിൻ്റെ മോഹങ്ങളും ആഗ്രഹങ്ങളും ജഡത്തിൻ്റെ ദുരാശയും കണ്ണിൻ്റെ ദുരാശയും ഒക്കെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിലെ ശരീരത്തിൻ്റെ ജഡമോഹങ്ങളിൽ ജീവിക്കാം. അത് സുഖകരമായ യാത്രയാണ്. അവൻ്റെ ശരീരത്തെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല, ജഡമോഹങ്ങളെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല. ഈ ലോകത്തിൽ സാത്താൻ വെച്ച് നീട്ടുന്നതെല്ലാം ആസ്വദിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകാം. അതാണ് വിസ്തൃതമായ വഴി, വിശാലമായ വഴി, വളരെ മിനുസമാർന്ന വഴി. പക്ഷെ ചെന്നെത്തുന്നത് നിത്യനാശത്തിലായിരിക്കും. അത് ഈ വഴിയെ പോകുന്നവർ തിരിച്ചറിയില്ല. കാരണം ആ വഴിയുടെ സുഖം അത്രമാത്രം അവരെ അന്ധരാക്കി കളയും. ആ വഴി കൊടുക്കുന്ന ജഡിക സുഖങ്ങൾ, ലോക സുഖങ്ങൾ വഴി സാത്താൻ അവരുടെ കണ്ണുകൾ മൂടി വെച്ചു. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്. അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. അപ്പോൾ ചുരുക്കം പേരാണ് ജീവനിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അതൊരു സ്ഥലത്തല്ല, അനേക ഇടങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന നാം ഓരോരുത്തരും എന്താഗ്രഹിക്കണം?
ആ ചുരുക്കം പേരിൽ ഒരാളാകണം എനിക്ക്. അതല്ലേ നാം കേൾക്കുന്ന വചനം നമുക്ക് പ്രയോജനം ഉണ്ടാകുന്നത്. നാം കേൾക്കുന്ന സുവിശേഷവും നാം പഠിക്കുന്ന വചനങ്ങളുമൊക്കെ നമുക്ക് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ, അഥവാ നമ്മെ ജീവനിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? അപ്പോൾ നാം ഈ ചുരുക്കം പേരിൽ ഒരാളായി ഈ ജീവനിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇന്ന് ആഴമായി ഈ വചനങ്ങൾ പരിശോധിക്കുകയും തന്നെ വിധിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ വിശ്വാസത്തിലൂടെ, അനുസരണത്തിലൂടെ, സഹനത്തിലൂടെ, വിശുദ്ധീകരണത്തിലൂടെ ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്കുള്ള ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ മാത്രമാണ് നിത്യജീവൻ പ്രാപിക്കുക, നിത്യരക്ഷ പ്രാപിക്കുക. അപ്പോൾ നീതിമാൻ പോലും കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത്. ഇപ്പോൾ രക്ഷപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അനേകർ പറയുന്നത് കേട്ടിട്ടുണ്ട്, കർത്താവ് വന്നു, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഞങ്ങൾ വീണ്ടും ജനിച്ചു, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഞങ്ങൾ മുങ്ങി, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന അനേകർ അഭിമാനിക്കുന്നത് കാണാം. പക്ഷേ ഈ പുതിയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അനേകം വചനങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. അനേക വചനങ്ങൾ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റനേകം വചനങ്ങൾ നമുക്ക് ഇനിയും ഒരു രക്ഷ കിട്ടാനുണ്ട് എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ തരുന്ന ഒരേ ഒരാൾ തന്നെയാണ് ദൈവത്തിൻ്റെ ഏകജാതൻ യേശു ക്രിസ്തു. അപ്പോൾ ഒന്നാം വരവിൽ രക്ഷയുടെ ആദ്യ ഫലം, ഒരു അഡ്വാൻസ് മാത്രമാണ് ദൈവപുത്രൻ നമുക്ക് നൽകിയത്. അതിൻ്റെ പൂർണ്ണ ഫലം, നിത്യമായ രക്ഷ വാഗ്ദാനം ചെയ്തിട്ടാണ് അവൻ 2000 വർഷം മുമ്പ് പോയത്. അതവൻ്റെ രണ്ടാം വരവിലാണ് ഈ രക്ഷയുടെ പൂർണ്ണത നമുക്ക് നൽകുന്നത്. അപ്പോൾ രക്ഷ എന്ന് പറയുമ്പോൾ എന്തിൽ നിന്നുള്ള രക്ഷ എന്ന് തിരിച്ചറിയണ്ടേ? റോമ 8:23-24 സൃഷ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ ആദ്യ ഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. ബൈബിളിലെ അതിമനോഹരമായ, അതീവ പ്രാധാന്യമുള്ളൊരു ദൈവവചനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ നടത്തുന്നൊരു വലിയ വിലാപത്തെക്കുറിച്ചാണ്. തങ്ങളുടെ ശരീരങ്ങൾ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ, രോഗത്തിൻ്റെ, മരണത്തിൻ്റെ, വാർദ്ധക്യത്തിൻ്റെ, അങ്ങനെ ഏതൻ തോട്ടത്തിൽ മനുഷ്യകുലത്തിൻ്റെ മേൽ സാത്താൻ്റെ വഞ്ചന മൂലം കടന്നു വന്ന സകല അടിമത്തങ്ങളിൽ നിന്നും നമ്മുടെ ആത്മാവ് മാത്രമല്ല ശരീരവും വീണ്ടെടുക്കപ്പെടുന്ന ഒരു രക്ഷ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ല. കാരണം താഴെ ഇരിക്കും, ശ്രദ്ധിച്ച്, ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശയല്ല. ഒരുവൻ താൻ കാണുന്നതിനെ ഒരുവൻ എന്തിനു പ്രത്യാശിക്കണം? അവൾ ഇപ്പോഴും നമ്മളിൽ അത് പ്രത്യാശയായി നിലനിൽക്കുകയാണ്. കാരണം ലഭിച്ചിട്ടില്ല. ആദത്തിൻ്റെ സന്തതികൾ ആരും ഇതുവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിട്ടില്ല. അവരുടെ ശരീരം മുഴുവൻ ജീർണിച്ചു പോയി, അവരെല്ലാം മരിച്ചുപോയി. അപ്പോൾ ഈ ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് നമ്മുടെ ശരീരങ്ങൾ വീണ്ടെടുക്കപ്പെടുന്ന നിത്യരക്ഷ രണ്ടാം വരവിൽ ദൈവപുത്രനാണ് നമുക്ക് തരുന്നത്. ഇതിൻ്റെ ഏറ്റവും മനോഹരമായ, ഏറ്റവും സന്തോഷകരമായ വാർത്ത എന്താ? അതാണ് ജോസഫ് പൊന്നാർ വഴി ദൈവം ലോകത്തെ അറിയിച്ചത്. 2000 വർഷം മുമ്പ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന് ദൈവരാജ്യം പ്രസംഗിച്ച് കുരിശിൽ മരിച്ച് പുനരുത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത ദൈവത്തിൻ്റെ ഏകജാതൻ യേശു ക്രിസ്തു വീണ്ടും ശരീരം ധരിച്ച് ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞു എന്ന വലിയ സന്തോഷത്തിൻ്റെ വാർത്ത ദൈവത്തിൻ്റെ പ്രവാചകൻ നമ്മെ അറിയിച്ചു. ഇന്ന് ഈ വാർത്ത ലോകത്തെ ഞങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ഈ പ്രത്യാശയുടെ പൂർത്തീകരണ ദിനങ്ങളിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. എത്ര സന്തോഷകരമായ, എത്ര ആനന്ദപ്രദമായ, എത്ര സമാശ്വാസത്തിൻ്റെ വാർത്തയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ അടിമത്തത്തിൽ നിന്നുള്ള മോചനം നമുക്ക് ലഭിക്കണം. അതെങ്ങനെയൊക്കെയാണ്? അതിനെന്തെല്ലാം കാര്യങ്ങൾ നടക്കണം? അതെങ്ങനെയാണ് കർത്താവ് ഒരുക്കിയിരിക്കുന്നത്? ഇതെല്ലാം സദ്വാർത്തയിലൂടെ പ്രഘോഷിക്കപ്പെട്ടു കഴിഞ്ഞു. എബ്രായർ 9:28 അവൻ വീണ്ടും വരും,
പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ യേശു ക്രിസ്തു വീണ്ടും വരുന്നത് ഒരു രക്ഷ നൽകാൻ വേണ്ടിയാണ്. അത് ലോകത്തിന് നൽകാനല്ല, അവനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, ഒരുങ്ങിക്കാത്തിരിക്കുന്ന നീതിമാന്മാർക്ക് നൽകാൻ. നീതിമാൻ കഷ്ടിച്ച് മാത്രം രക്ഷപ്പെടും. അത് ദൈവത്തിൻ്റെ കരുണ മൂലം, അത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് മൂലം, അത് ദൈവത്തിൻ്റെ നിശ്ചയവും ശബദവും മൂലം, മനുഷ്യൻ്റെ പ്രവർത്തികളുടെ മിടുക്കുകൊണ്ടല്ല. അപ്പോൾ ഈ അടിമത്തത്തിൽ നിന്ന് രക്ഷ നമുക്ക് കിട്ടണം. അതാണ് നീതിമാൻ കഷ്ടിച്ചത് രക്ഷപ്പെടും. വീണ്ടും ഈ രക്ഷിക്കപ്പെടുന്നതിന് മറ്റൊരു മുഖം കൂടിയുണ്ട്. 1 തെസ്സലോനിക്ക 1-ാം അധ്യായം 10-ാം വചനം. ജീവിക്കുന്ന സത്യദൈവത്തെ സേവിക്കുന്നതിനും അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനും വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നവനുമായ യേശു എന്ന അവിടുത്തെ പുത്രനെ സ്വർഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനും വേണ്ടി, കാത്തിരിക്കുന്നതിനും വേണ്ടി വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണം. അപ്പോൾ അവിടെ വളരെ വ്യക്തമായി, ഇവിടെ മാത്രമല്ല, അനേകം ദൈവവചനങ്ങളിൽ, പ്രവാചകലിഖിതങ്ങളിലും യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളിലും പരിശുദ്ധാത്മാ അപ്പസ്തോലന്മാരെ വഴി പറഞ്ഞ വാക്കുകളിലുമൊക്കെ വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്ന കാര്യമാണ്, അന്ത്യകാലം ക്രോധത്തിൻ്റെ സമയമാണ്. കാലത്തിൻ്റെ അവസാനത്തിൽ ക്രോധത്തിൻ്റെ നിമിഷങ്ങളാണ് എന്ന് അസന്നിഗ്ധമായി ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ വരാനിരിക്കുന്ന ക്രോധം അത് മനുഷ്യൻ ഊഹിക്കുന്നതല്ല, അതിനേക്കാൾ ഭീകരമാണ്. അപ്പോൾ ഈ ക്രോധത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നവനാണ് വീണ്ടും വരുന്ന ദൈവപുത്രൻ. അല്ല, വീണ്ടും ശരീരം ധരിച്ചു വന്ന ദൈവപുത്രൻ, എംപറർ ഇമ്മാനുവേൽ. അപ്പോൾ അവൻ മാത്രമാണ് നമ്മളെ ഈ ക്രോധത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർക്കാർക്കും നമ്മെ രക്ഷിക്കാനാവില്ല. അപ്പോൾ വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അപ്പോൾ ഈ ക്രോധം വന്ന് പതിക്കുന്ന സമയത്ത് മനുഷ്യൻ എന്തു ചെയ്യുമെന്ന് നമ്മൾ കണ്ടു. അത് അനേക സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ. വെളിപാട് 6:15-17. ഭൂമിയിലെ രാജാക്കന്മാരും പ്രമുഖന്മാരും സൈന്യാധിപന്മാരും ധനികരും പ്രബലരും ഈ എല്ലാ അടിമകളും സ്വതന്ത്രരും ഗുഹകളിലും പാറക്കെട്ടുകളിലും ചെന്നൊളിച്ചു. അവർ മലകളോടും പാറകളോടും വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ മേൽ വന്ന് വീഴുവിൻ, സിംഹാസനസ്ഥൻ്റെ ദൃഷ്ടിയിൽ നിന്നും കുഞ്ഞാടിൻ്റെ ക്രോധത്തിൽ നിന്നും ഞങ്ങളെ മറയ്ക്കുവിൻ. അപ്പോൾ കുഞ്ഞാടിൻ്റെ ക്രോധം, ദൈവത്തിൻ്റെ ക്രോധം നടപ്പിലാക്കുന്ന കുഞ്ഞാടിൻ്റെ ക്രോധത്തിൽ നിന്ന് അന്ന് രക്ഷപ്പെടണേ അവർ നിലവിളിക്കും. എന്നാൽ അവരുടെ ക്രോധത്തിൻ്റെ ഭീകരദിനം വന്നു കഴിഞ്ഞു, ചെറുത്തു നിൽക്കാൻ ആർക്കു കഴിയും? അത് അന്ന് തിരിച്ചറിഞ്ഞിട്ട് കാര്യമില്ല. ഈ വിധിയുടെ ദിനം സമാഗതമായിരിക്കുന്നു എന്ന് വിധിയുടെ ദിനങ്ങൾക്ക് മുൻപേ, ക്രോധത്തിൻ്റെ ദിനങ്ങൾക്ക് മുൻപേ തിരിച്ചറിയണം. അപ്പോൾ ക്രോധത്തിൻ്റെ ദിനത്തിൽ, ദൈവത്തിൻ്റെ ക്രോധം വന്ന് പതിക്കുന്ന സമയത്ത് മനുഷ്യൻ നിലവിളിക്കുന്ന നിലവിളിയാണ്. അതായത് തങ്ങൾ മരിക്കാൻ ആഗ്രഹിച്ചാൽ പോലും അവരെ ദൈവം മരിക്കാൻ പോലും അനുവദിക്കാത്തൊരു സമയം. ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ വീഞ്ഞ് പാനപാത്രം മട്ടുവരെ കുടിപ്പിച്ചിട്ടേ ദൈവം അവരെ വിടൂ എന്ന് ജെറമ്യാ പ്രവാചക കർത്താവ് പറയുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ താക്കീതിൻ്റെ ഗൗരവം തിരിച്ചറിയേണ്ടത്. അത് നമ്മിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും? നീതിമാൻ കഷ്ടിച്ച് മാത്രം രക്ഷപ്പെടുന്നെങ്കിൽ ദുഷ്ടൻ്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തെക്കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതൊക്കെ നാം വായിക്കണം. ഞാനൊരു ഉദാഹരണം വായിക്കാം. സഫാനിയ 1:14-18. കർത്താവിൻ്റെ ദിനം അടുത്തിരിക്കുന്നു, അതിവേഗം അത് അടുത്തു വരുന്നു. കർത്താവിൻ്റെ ദിനത്തിൻ്റെ മുഴക്കം ഭയങ്കരമാണ്. ശക്തന്മാർ അപ്പോൾ ഉറക്കെ നിലവിളിക്കും. ക്രോധത്തിൻ്റെ ദിനമാണത്. കഷ്ടതയുടെയും കഠിന ദുഃഖത്തിൻ്റെയും ദിനം, നാശത്തിൻ്റെയും ശൂന്യതയുടെയും ദിനം.
അന്ധകാരത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും ദിനം, മേഘങ്ങളുടെയും കൂരിരുട്ടിൻ്റെയും ദിനം, ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയർന്ന കോട്ടകൾക്കുമെതിരായി കാഹളനാദവും പോർവിളിയും ഉയരുന്ന ദിനം. ഞാൻ മനുഷ്യരുടെ മേൽ കഷ്ടത വരുത്തും, അപ്പോൾ അവർ അന്ധരെ പോലെ നടക്കും. എന്നാൽ അവർ കർത്താവിനെതിരായി പാപം ചെയ്തിരിക്കുന്നു. അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം ചാണകം പോലെയും ചിതറിക്കും. കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ അവരുടെ വെള്ളിക്കോ സ്വർണത്തിനോ അവരെ രക്ഷിക്കാനാവില്ല. അസഹിഷ്ണുവായ അവിടുത്തെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ ഭൂമി മുഴുവൻ ദഹിച്ചു പോവും. ഭൂവാസികളെ മുഴുവൻ അവിടുന്ന് പൂർണ്ണമായും പെട്ടെന്നും ഉന്മൂലനം ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇതാണ് കർത്താവിൻ്റെ ദിനത്തിൻ്റെ ദിവസങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ലൂക്ക 21, 25, 28. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമമുളവാക്കും. സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്തപ്രജ്ഞരാകും. അപ്പോൾ ഇവർ തന്നെയാണ് കുറച്ചു നമ്മൾ കണ്ടത്. മലകളെ ഞങ്ങളെ വന്ന് മൂടുവിൻ, സിംഹാസനസ്ഥന ദൃഷ്ടിയിൽ നിന്നും കുഞ്ഞാടിൻ്റെ ക്രോധത്തിൽ ഞങ്ങളെ മറയ്ക്കുവിനെന്ന് വിഫലമായി വിളിച്ചു പറയുന്നു. ആ ക്രോധത്തിൽ നിന്ന് ആരും മറയ്ക്കപ്പെടില്ല. അപ്പോൾ ഈ സംഭവിക്കാൻ പോകുന്നവയോർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്തപ്രജ്ഞരാകും. ആകാശത്തിൽ ഇളകും. അപ്പോൾ മനുഷ്യപുത്രന് ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ന്യായവിധിക്ക് വരുന്നവർ കാണും. ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ്സുയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ വിമോചനം, സമ്പൂർണ്ണ രക്ഷ ലഭിക്കുന്നൊരു ഗണമുണ്ട്. നീതിമാൻ കഷ്ടിച്ച് മാത്രം രക്ഷപ്പെടുന്നെങ്കിൽ ദുഷ്ടൻ്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ സംഭവിക്കാൻ പോകുന്നവയെ ഓർത്ത് വിലപിക്കുകയും അസ്തപ്രജ്ഞരാകുകയും ചെയ്യുന്ന ഒരു ഗണം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് പരിശുദ്ധ ബൈബിളിൽ കാണാം. പ്രിയപ്പെട്ടവരെ, ഇത് പറയുന്നത് ഇന്ന് മനുഷ്യൻ പലപ്പോഴും വിശ്വാസികളെന്ന് പറയുന്നവർ പോലും രക്ഷയെക്കുറിച്ചുള്ള വികലമായ കാഴ്ചപ്പാടിൽ വെച്ച് പുലർന്നവരാണ്. ശരീരത്തിൽ നിന്നും ആത്മാവ് മോചനം പ്രാപിച്ചു എവിടെയോ ചെന്നു ചേരുന്നു അതാണ് രക്ഷ എന്ന് തെറ്റായി ധരിച്ചു വെച്ചിരിക്കുന്ന ഗണം. പരിശുദ്ധ ബൈബിളിൽ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആ രക്ഷയല്ല. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ശരീരവും മനസ്സും ആത്മാവും ഉള്ളവരായിട്ടാണ്. ആ പൂർണ്ണ വ്യക്തിയുടെ സമ്പൂർണ്ണ രക്ഷയാണ് ദൈവം തരാനിരിക്കുന്ന രക്ഷ. ആ രക്ഷ നീതിമാനാണ് പ്രാപിക്കുന്നത്, പാപിയും ദുഷ്ടരും അല്ല. ഇനി പ്രിയപ്പെട്ട രക്ഷ കിട്ടുന്നതിനെക്കുറിച്ചോ അതിനെക്കുറിച്ചുകൊണ്ട് പകല വികലമായ കാഴ്ചപ്പാട്. ഇപ്പോൾ പല ആളുകളും ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാനത് ചെയ്യുന്നില്ല, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ കുർബാന സ്വീകരിക്കുന്നുണ്ട്, ഞാൻ വ്യഭിചാരം ചെയ്യാൻ പോകുന്നില്ല, ഞാനത് ചെയ്യുന്നില്ല. ഇങ്ങനെ അവരുടേതായ ചില സെറ്റ് ഓഫ് റൂൾസ് ഓരോരുത്തരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ നിയമങ്ങൾ എപ്പോഴൊക്കെ പാലിക്കുന്നില്ല, തെറ്റുന്നുണ്ട്. എങ്കിലും ചില മിക്കവാറും സമയങ്ങളിൽ ഞാൻ പാലിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്ന് കരുതിയിരിക്കുന്ന ആളുകൾ. പ്രിയപ്പെട്ടവരെ, ആരും പ്രവർത്തികളുടെ ഫലമായി രക്ഷ പ്രാപിക്കുന്നില്ല. വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. അപ്പോൾ ദൈവകൃപയാലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. 2000 വർഷം മുമ്പ് യേശുക്രിസ്തു നമുക്കൊരു കൃപ നൽകി. എന്നാൽ രണ്ടാം വരെ നമുക്ക് കൃപ ലഭിക്കാനിരിക്കുന്നു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അത് വാനമേഘങ്ങളിൽ വിധിയാളനായിട്ട് വരുമ്പോഴല്ല കൃപ തരുന്നത്. അതിനു മുമ്പ് അവൻ രക്ഷകനായി വരുന്നിടത്താണ്. അവനെ ഒരുങ്ങി കാത്തിരിക്കുന്ന നീതിമാന്മാർക്കാണ് ഈ കൃപ ലഭിക്കുന്നത്. ഈ കൃപ ലഭിക്കാൻ വിശ്വാസമാണ് ആവശ്യമായത്. അപ്പോൾ വിശ്വാസം വഴി കൃപയാൽ രക്ഷിക്കപ്പെടുന്ന ഒരു നീതിമാന്മാരുടെ ഗണമുണ്ടാകും. അപ്പോൾ ഈ വികലമായ കാഴ്ചപ്പാടുകൾ മാറി എന്താണ് രക്ഷയെന്ന് തിരിച്ചറിഞ്ഞ്, ഈ രക്ഷ പ്രാപിക്കാൻ എന്താണ് നമുക്കുണ്ടായിരിക്കേണ്ട യോഗ്യത എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവരായി മാറുന്ന ഗണത്തിനാണ് കഷ്ടിച്ചെങ്കിലും രക്ഷ പ്രാപിക്കാൻ സാധിക്കും. അപ്പോൾ രക്ഷ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഇതെല്ലാം തിരിച്ചറിയണ്ടേ? അവനായിരിക്കുന്ന ദുഷ്ടതയിലും പാപത്തിലും തുടർന്നാൽ, ആയിരിക്കുന്ന അജ്ഞതയിലും അന്ധകാരത്തിലും തുടർന്നാൽ,
സമയത്തെക്കുറിച്ചോ ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചോ തിരിച്ചറിയാതിരുന്നാൽ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അംഗീകരിക്കാതിരുന്നാൽ എങ്ങനെ രക്ഷ പ്രാപിക്കും? പ്രിയപ്പെട്ടവരെ, ആരാണ് ഇപ്പം രക്ഷ നൽകുന്നത്? നീതിമാൻ കഷ്ടിച്ച് മാത്രം രക്ഷപ്പെടും. ഈ രക്ഷ നൽകുന്നവൻ ആരാണ്? ഹെബ്രായർ 9:28 നമ്മൾ പഠിച്ചു ആ വചനം. അവൻ വീണ്ടും വരും. 2000 വർഷവും നമുക്ക് വേണ്ടി പാപപരിഹാരാർത്ഥം കുരിശിൽ മരിച്ച ദൈവപുത്രൻ വീണ്ടും വരും. അവൻ വന്നു കഴിഞ്ഞു എന്ന വാർത്തയാണ് ദൈവം നമ്മളെ അറിയിച്ചത്. പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ രക്ഷ നൽകാനായി വീണ്ടും വന്ന ദൈവപുത്രൻ യേശുക്രിസ്തു തന്നെയായ എംപറർ ഇമ്മാനുവേലാണ് ഈ രക്ഷ തരുന്നത്. അപ്പോൾ അവൻ എവിടെയാണ് രക്ഷ തരാൻ വരുന്നത്? അനേകർ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അനേകം കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നു. എന്നാൽ പരിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അവൻ എവിടേക്കാണ് രക്ഷകനായി വരുന്നതെന്ന്. നമ്മളിപ്പോൾ കണ്ടു വാനമേഘങ്ങൾ വരുന്നത്, അത് രക്ഷകനായിട്ടല്ല, ന്യായാധിപനായി വിധി പ്രസ്താവിക്കാനാണ്. അതിനു മുമ്പേ അവൻ രക്ഷപ്പെടേണ്ടവർക്ക് രക്ഷ നൽകിയിട്ടാണ് ദുഷ്ടരെയും പാപികളെയും ശിക്ഷയ്ക്ക് വിധിക്കുന്നത്. അപ്പോൾ രക്ഷ എന്തെന്നറിയണം. ആ രക്ഷ എന്ത് എന്ന് വെളിപ്പെടുത്തപ്പെടുന്നത് പോലും അവസാന കാലത്താണ്. അപ്പോൾ യെശയ്യാ പ്രവാചന പുസ്തകം 59 അധ്യായം 20 വചനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, യേശു ക്രിസ്തു രക്ഷകനായി എവിടേക്കാണ് വരുന്നത്? കർത്താവ് അരുളി ചെയ്യുന്നു, സിയോനിലേക്ക്, തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ യാക്കോബിൻ്റെ സന്തതികളുടെ അടുക്കലേക്ക് കർത്താവ് രക്ഷകനായി വരും. പ്രിയപ്പെട്ട, ഒന്നാം വരവിനെ കുറിച്ചല്ല. ഒന്നാം വരവിൽ യേശു ക്രിസ്തു വന്നത് തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞവരുടെ അടുക്കലേക്കല്ല, പാപികളെ തേടിയാണ്. അത് അവൻ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. പാപികൾക്കുള്ള രക്ഷയാണ് അവൻ 2000 വർഷം നൽകിയത്. എന്നാൽ ഇനി വരുന്ന അവൻ തരാൻ പോകുന്ന രക്ഷ നീതിമാന്മാർക്കുള്ളതാണ്. ഈ എല്ലാ തിന്മകളിൽ നിന്നും പിന്തിരിഞ്ഞ് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സമൂഹത്തിലേക്കാണ് അവൻ രക്ഷകനായി വരുന്നത്. അത് സിയോനിലേക്ക് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് 3000 വർഷങ്ങൾക്ക് മുമ്പോ അല്ലെ 2500 വർഷങ്ങൾക്ക് മുമ്പോ ഉള്ള ഒരു സംവിധാനത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. കർത്താവിൻ്റെ 2ാം വരവിലുള്ള ഒരു സംവിധാനം, രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു സംവിധാനം. അവിടേക്ക് തന്നെയാണ് സദ്വാർത്ത ദൂതന് വായിക്കപ്പെടുന്നത്. അവിടെ തന്നെയാണ് സദ്വാർത്ത പ്രഘോഷിക്കപ്പെടുന്നത് അവസാന കാലത്ത്. അപ്പോൾ നീതിമാൻ കഷ്ടിച്ച് രക്ഷപ്പെടണമെങ്കിൽ അവൻ ഈ രക്ഷ നൽകുന്ന സംവിധാനത്തിൽ ഉണ്ടായിരിക്കണ്ടേ? ഇനി എന്താണ് പൂർണ്ണമായ രക്ഷ? ഞാനെങ്ങനെ അറിയത്? ഈ രക്ഷ വെളിപ്പെടുത്തപ്പെടുന്ന അന്ത്യകാലത്ത് മാത്രമാണ്. അപ്പോൾ അന്ത്യകാലത്ത് ഈ രക്ഷ യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ നമുക്ക് തരുന്ന രക്ഷ എന്തെന്ന് വെളിപ്പെടുത്തപ്പെടുന്നു. അത് വെളിപ്പെടുത്തുന്നത് ആരാണെന്നും എഴുതപ്പെട്ടിട്ടുണ്ട്. യെശയ്യാ 52:7 സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. അപ്പോൾ അങ്ങനെ ഒരുവനുണ്ട്, സദ്വാർത്ത കൊണ്ടുവരുന്ന ദൂതൻ. അത് യേശുക്രിസ്തുവിനെ കുറിച്ചല്ല പറയണത്. അത് 2000 വർഷം മുമ്പ് നടന്ന കാര്യമല്ല. 2000 വർഷം മുമ്പ് യേശുക്രിസ്തുവിൻ്റെ വരവ് അറിയിച്ച സദ്വാർത്തയെക്കുറിച്ച് ദൂതന്മാർ, മാലാഖമാർ അറിയിച്ചെക്കുറിച്ച് നമ്മൾ വായിക്കാറുണ്ട്. അപ്പോൾ അന്ത്യകാലത്ത് യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിനെക്കുറിച്ച് ഇതാ അവൻ നിന്നെ ഭരിക്കാൻ വരുന്നു എന്ന് സിയോനോട് പ്രഘോഷിക്കുന്ന ഒരുവൻ, അവനാണ് സദ്വാർത്തയുടെ ദൂതൻ. അവനാണ് ജോസഫ് പൊന്നാർ. ഈ സദ്വാർത്ത ദൂതൻ അയക്കപ്പെട്ടു. അവൻ സദ്വാർത്ത പ്രഘോഷിച്ചു. അവൻ രക്ഷ എന്തെന്ന് വെളിപ്പെടുത്തി. ആ രക്ഷ തരുന്നത് ദൈവപുത്രൻ എംപറർ ഇമ്മാനുവേലാണ്. പക്ഷേ രക്ഷ വെളിപ്പെടുത്തുന്നവൻ, ഈ രക്ഷയെക്കുറിച്ച് അറിവ് തരുന്നവൻ, ഈ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരു ഗണത്തെ ഒരുക്കുന്നവൻ, സജ്ജീകൃതമായ ഒരു ജനതയെ ഒരുക്കുന്നവനാണ് ജോസഫ് പൊന്നാർ. അത് രക്ഷയ്ക്ക് നിയോഗം ലഭിച്ചിട്ടുള്ളവർക്ക് ഗ്രഹിക്കാനും ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ആനന്ദിക്കാനും കഴിയും. അല്ലാത്തവർ ദുഷിച്ചുകൊണ്ടേയിരിക്കും. അതാണ് നാം ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ രക്ഷ നീതിമാൻ കഷ്ടിച്ചെങ്കിലും സ്വന്തമാക്കുന്ന ഒരു രക്ഷയുണ്ട്, ചേതോഹരമായ രക്ഷ. ഇന്നുവരെ ആർക്കും ദൈവം കൊടുത്തിട്ടില്ലാത്ത ഒരു രക്ഷ. ആ രക്ഷയാണ് സദ്വാർത്ത വഴി പ്രഘോഷിക്കപ്പെടുന്നത്. അപ്പോൾ ഈ രക്ഷ ലഭിക്കാൻ ഞാൻ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്?
ഈ രക്ഷ സ്വന്തമാക്കാൻ ഞാൻ സഞ്ചരിക്കേണ്ട, കടന്നു പോകേണ്ട ഇടുങ്ങിയ വഴി ഏതാണ് എന്ന് നാം അറിയണ്ടേ? ആ വഴിയിലൂടെ സഞ്ചരിച്ചാലല്ലേ ഈ രക്ഷ സ്വന്തമാക്കാൻ പറ്റുള്ളൂ. ഗലാത്യർ 6:7-8 നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട. വളരെ വ്യക്തമായി ദൈവവചനം പറയുക, ഞാൻ രക്ഷിക്കപ്പെടും, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെടും എന്ന വ്യാമോഹം വേണ്ട. ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. അത് മനുഷ്യൻ സൗകര്യപൂർവ്വം വിസ്മരിച്ച് കളയും. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ഈ ലോകത്തിൽ ജഡമോഹങ്ങളെ, ശരീരത്തിൻ്റെ മോഹങ്ങളെ, മനസ്സിൻ്റെ മോഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ, ഈ ലോകത്തിലെ സമ്പത്തും മഹത്വവും നേടി ഇവിടെ പ്രതാപത്തിലായിരിക്കാൻ, ഇവിടുത്തെ സുഖങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹിച്ച് ജഡമോഹങ്ങൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ജീവിക്കുന്നവൻ, ജഡത്തിന് വേണ്ടി വിതയ്ക്കുന്നവൻ ജഡത്തിൽ തന്നെ നാശം കൊയ്തെടുക്കും, നിത്യനാശം. എന്നാൽ ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. കൊയ്ത്ത് യുഗാന്തമാണ്. കൊയ്ത്ത് കാലം യുഗാന്തമാണ്. വിധിയുടെ സമയമാണ് കൊയ്ത്ത് കാലം. അപ്പോൾ ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. അപ്പോൾ ഈ വഴിയെന്ന് നാം തിരിച്ചറിയണം. ആ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ ജ്ഞാനം സ്വന്തമാക്കി തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം ഇന്ന് നമ്മെ ശരിയായി വിധിച്ചാൽ കഷ്ടിച്ച് രക്ഷപ്പെടുന്നവരുടെ ഗണത്തിലെങ്കിലും നമുക്ക് ആയിരിക്കാൻ കഴിയും. ഹെബ്രായർ 2:2-3 ദൂതന്മാർ പറഞ്ഞ വാക്കുകൾ സത്യമാവുകയും നിയമലംഘനത്തിനും അനുസരണമില്ലായ്മയ്ക്കും തക്ക ശിക്ഷ ലഭിക്കുകയും ചെയ്തെങ്കിൽ. എപ്പോൾ? നോഹയുടെ കാലത്തും ലൂത്തിൻ്റെ കാലത്തും ദൂതന്മാരാണ് ശിക്ഷയെക്കുറിച്ച് താക്കീത് കൊടുത്തത്. അവർ പറഞ്ഞ വാക്ക് പൂർത്തിയായി. അങ്ങനെ അനുസരണമില്ലാത്തവർക്ക് എന്തനുസരിക്കുന്നത്? ദൈവത്തിൻ്റെ അനുസരിക്കാത്തവർക്ക്, ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കാത്തവർ, നിയമലംഘനത്തിനും ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ചവർക്കും എതിരെയുള്ള ദൈവത്തിൻ്റെ ശിക്ഷ നടപ്പിലാവുകയും ചെയ്തു എങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുക, ഇത്ര മഹത്തായ രക്ഷയെ, ഈ സദ്വാർത്തയിലൂടെ അന്ത്യകാലത്ത് ദൈവം വെളിപ്പെടുത്തിയ രക്ഷയെ, വീണ്ടും ശരീരം ധരിച്ചു വന്ന ദൈവപുത്രൻ എംപറർ ഇമ്മാനുവേൽ നമുക്ക് തരാനിരിക്കുന്ന ഈ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും? അതുകൊണ്ട് ഹേ മനുഷ്യ, വിശ്വാസി എന്ന് അവകാശപ്പെടുന്നവന് ഈ വചനങ്ങൾ നിന്റെ ഉള്ളിലുണ്ടായിരിക്കട്ടെ. നീതിമാൻ കഷ്ടിച്ച് മാത്രം രക്ഷപ്പെടുന്നെങ്കിൽ ദുഷ്ടൻ്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ഇന്ന് ഈ രക്ഷയെക്കുറിച്ച് പ്രഘോഷിക്കപ്പെട്ടിട്ട് അത് അവഗണിക്കുന്നവരാണ് മനുഷ്യൻ. ആരംഭത്തിൽ കർത്താവ് തന്നെയാണത് പ്രഖ്യാപിച്ചത്. അതിന് പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഇത് കാണാം. അവിടുത്തെ വാക്ക് ശ്രവിച്ചവർ, അന്നവിടുത്തെ വാക്ക് ശ്രവിച്ചവർ ഇന്നത് നമുക്ക് സ്ഥിരീകരിച്ച് തന്നിരിക്കുന്നു. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. മത്തായി 24:3 അവൻ ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചവനെ സമീപിച്ചു പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്തത്തിൻ്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. അപ്പോൾ ശിഷ്യന്മാർ വളരെ ഗൗരവത്തോട് ചോദിച്ച കാര്യമാണ്. എന്നാൽ ഇന്നിത് പരിശോധിക്കാനോ വിധിയുടെ സമയം സമാഗതമായി എന്ന് തിരിച്ചറിയാനോ ഈ ലോകത്തിൻ്റെ അധ്വാനങ്ങളിലായിരിക്കുന്നവർക്ക്, വ്യഗ്രതകളിലായിരിക്കുന്നവർക്ക് സമയമില്ല, മനസ്സുമില്ല. സങ്കീർത്തനങ്ങൾ 10:3-6 ദുഷ്ടൻ തൻ്റെ ദുരാഗ്രഹങ്ങളെക്കുറിച്ച് വമ്പു പറയുന്നു. ഇന്ന് വമ്പു പറച്ചിലിൻ്റെ കാലം, സ്വയം മഹത്വത്തിൻ്റെ കാലം. വൻപു പറയുന്നു, അത്യാഗ്രഹി കർത്താവിനെ ശപിച്ചു തള്ളുന്നു. ദുഷ്ടൻ തൻ്റെ അഹങ്കാരത്തള്ളലാൽ അവിടുത്തെ അന്വേഷിക്കുന്നില്ല. നിങ്ങൾ കണ്ടു, ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്ക് എതിരെ അവൻ പ്രതികാരം ചെയ്യും. ദൈവമില്ല എന്നാണ് അവൻ്റെ വിചാരം. അതാണ് ഇന്ന് മനുഷ്യൻ പലരും ധരിച്ചിരിക്കുന്നത്. അവൻ്റെ ബുദ്ധിശക്തിയിൽ ആശ്രയിച്ച് അവൻ കണ്ടെത്തിയ ശാസ്ത്രീയ അറിവുകൾ, അവൻ നേടിയെടുക്കുന്ന അവൻ്റെ സമ്പത്തുകൊണ്ട് അവന് ചെയ്യാൻ കഴിയുമെന്ന് അവൻ വ്യാമോഹിക്കുന്ന കാര്യങ്ങൾ
അടിസ്ഥാനമാക്കി മനുഷ്യൻ പറയുന്നു, ദൈവമൊന്നുമില്ല, നമുക്ക് മാനേജ് ചെയ്യാനല്ല. അവൻ്റെ മാർഗങ്ങൾ എപ്പോഴും വിജയിക്കുന്നു. അവിടുത്തെ ന്യായവിധി അവന് കണ്ണെത്താത്ത വിധം ഉയരത്തിലാണ്. പരിശുദ്ധാത്മാവ് പറയുന്ന ശ്രദ്ധിച്ചേ, എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു. പക്ഷേ ഈ ലോകത്തിൽ ദൈവത്തെ അന്വേഷിക്കാത്ത, ഈ ലോകത്തിൻ്റെ മോഹങ്ങളുടെ പുറകെ പോകുന്നവൻ്റെ കണ്ണെത്താത്ത ദൂരത്തിലാണ് ന്യായവിധി. ഞാൻ കുലുങ്ങുകയില്ല, ഒരു കാലത്തും എനിക്ക് അനർത്ഥമുണ്ടാകുകയില്ല എന്ന് അവൻ പുച്ഛത്തോടെ ചിന്തിക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ്റെ സകല അഹങ്കാരത്തിനും, സകല വമ്പു പറച്ചിലിനും, സകല ഉന്മത്തതയുടെ ചിന്തകൾക്കും, സകല ധിക്കാരത്തിൻ്റെ ചിന്തകൾക്കും അറുതി വരുത്തുന്ന കാലമാണ് കർത്താവിൻ്റെ ദിനം. എസെക്കിയേൽ 13:10-15. സമാധാനമില്ലാതിരിക്കെ സമാധാനമെന്ന് ഉദ്ഘോഷിച്ച് അവർ എൻ്റെ ജനത്തെ വഴിതെറ്റിച്ചു. അപ്പോൾ വിധിയുടെ സമയമായപ്പോഴും, സമാധാനം ദൈവം എടുത്തു കളയുന്ന സമയമായപ്പോഴും, സമാധാനമാണ്, നമുക്കൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് ജനത്തെ വഴിതെറ്റിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠർ. എൻ്റെ ജനം കോട്ട പണിതപ്പോൾ അവർ അതിന്മേൽ വെള്ള പൂശി. അപ്പോൾ വെള്ള പൂശുകാരെ കൊണ്ട് നിറഞ്ഞു എന്ന് ലോകം. കോട്ടയ്ക്ക് വെള്ള പൂശുന്നവരോട് പറയുക, ദൈവം പ്രവാചകനോട് പറയുക, നീ പറയുക, അത് നിലം പരിചാവും. അപ്പോൾ എന്താണ് ഈ കോട്ട? ആരാണ് ഈ വെള്ള പൂശുന്നവർ? എന്താണ് ഈ വെള്ള പൂശൽ? ഇതൊക്കെ വചനം പരിശോധിച്ചാൽ കാണാം. കണ്ണു തുറന്ന് ചുറ്റും നോക്കിയാൽ നമുക്ക് കാണാം. അവൾ കോട്ട എന്നത് മനസ്സിലാക്കണം. കോട്ട നിലംപതി, പെരുമഴ പെയ്യും, വലിയ കന്മഴ വർഷിക്കും, കൊടുങ്കാറ്റടിക്കും. കോട്ട നിലം പതിക്കുമ്പോൾ നിങ്ങൾ വെള്ളപൂശിയ കുമ്മായം എവിടെയെന്ന് അവർ നിങ്ങളോട് ചോദിക്കുകയില്ലേ? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ക്രോധത്തിൽ, എപ്പോഴാണ് കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനം? അന്ത്യകാലം. എൻ്റെ ക്രോധത്തിൽ ഞാനൊരു കൊടുങ്കാറ്റഴിച്ചു വിടും, എൻ്റെ കോപത്തിൽ ഒരു പെരുമഴ വർഷിക്കും, എൻ്റെ ക്രോധത്തിൽ എല്ലാം നശിപ്പിക്കുന്ന കന്മഴ അയക്കും. ഇപ്പം കന്മഴയെക്കുറിച്ച്, കൊടുങ്കാറ്റിനെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ കർത്താവിൻ്റെ പ്രതികാരത്തിൻ്റെ ദിനങ്ങളിൽ വർഷിക്കുന്നതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായ പ്രവാചക ഗ്രന്ഥങ്ങളുണ്ട്. നിങ്ങൾ വെള്ളപൂശിയ കോട്ട ഞാൻ തകർക്കും, അസ്ഥിവാരം തെളിയത്തക്ക വിധം ഞാനതിനെ നിലം പതിപ്പിക്കും. അത് നിലം പതിക്കുമ്പോൾ അതിനടിയിൽപ്പെട്ട് നിങ്ങൾ നശിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. കോട്ടയും അതിന് വെള്ളപൂശിയവരും എൻ്റെ ക്രോധത്തിനിരയാവും. ഞാൻ നിങ്ങളോട് പറയും, കോട്ടയോ അതിന് വെള്ളപൂശിയവരോ അവശേഷിക്കുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ താക്കീതുകളൊക്കെ തള്ളിക്കളഞ്ഞ്, ദൈവത്തിൻ്റെ വചനത്തെ തള്ളിക്കളഞ്ഞ്, ഇന്ന് മനുഷ്യപ്രീതിക്ക് വേണ്ടി ദൈവത്തിൻ്റെ വചനം വളച്ചൊടിച്ച് തങ്ങൾക്കൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് ജനത്തെ അന്ധകാരത്തിലും അജ്ഞതയിൽ ആഴ്ത്തി വെച്ചിരിക്കുന്നവരെക്കുറിച്ചാണ്, ഈ വെള്ളപൂശുകാരെക്കുറിച്ചാണ് ഇവിടെ കർത്താവ് താക്കീത് നൽകിയിരിക്കുന്നത്. ജെറമിയ 23:17-20. കർത്താവിൻ്റെ വാക്കിനെ പുച്ഛിച്ച് തള്ളുന്നവരോട് നിങ്ങൾക്കെല്ലാം നന്മയായിരിക്കുമെന്ന് അവർ നിരന്തരം പറയുന്നു. ഇതിനെ യേശയ്യാപ്രവാചകൻ പറഞ്ഞ്, സമാധാനമില്ലാതിരിക്കെ സമാധാനമെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് അവർ കർത്താവിൻ്റെ വാക്കിനെ ധിക്കരിക്കുന്നു. തങ്ങളുടെ തന്നെ മനോഗതങ്ങളെ മർക്കടമുഷ്ടിയോടെ പിന്തുടരുന്നവരോട് നിങ്ങൾക്ക് യാതൊരു തിന്മയും വരികയില്ല എന്നവർ പറയുന്നു. യാതൊരു തിന്മയും പ്രബലപ്പെടില്ല എന്ന് പറയുന്നു. അവരിൽ ആരാണ് കർത്താവിനെ കാണാനും അവിടുത്തെ വചനം ശ്രവിക്കാനുമായി അവിടുത്തെ സന്നിധിയിൽ നിന്നിട്ടുള്ളത്? ആരുമില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അവിടുത്തെ വചനം കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടുള്ളത് ആരാണ്? ആരുമില്ല. മാനുഷിക പ്രബോധനങ്ങൾ, മാനുഷിക തത്വശാസ്ത്രങ്ങൾ, മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുന്നു. അത് കേൾവിക്ക് ഇമ്പമുള്ളവയാണ്. ഇതാ കർത്താവിൻ്റെ കൊടുങ്കാറ്റ് ഉഗ്രമായ ചുഴലിക്കാറ്റായി ക്രോധം പുറപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മൾ യേശയ്യാപ്രവാചകൻ വായിച്ചത് അത് തന്നെയാണ്. ദുഷ്ടന്മാരുടെ തലയിൽ അത് ആഞ്ഞടിക്കും. കർത്താവിൻ്റെ ഹിതം പൂർണ്ണമായി നിറവേറ്റുന്നവരെ അവിടുത്തെ കോപം ശമിക്കുകയില്ല. കർത്താവിൻ്റെ ഹിതം അത് ഏദൻ തോട്ടത്തിൽ തന്നെ വെളിപ്പെട്ടിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. സമയമാകുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കും. സമയമാകുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കും. അപ്പം സമയമാകുന്നത് അറിയണ്ടേ?
സമയം തിരിച്ചറിയണ്ടേ? സമയമായി എന്ന് തിരിച്ചറിയണ്ടേ? യോഹന്നാൻ 12:38-40. എന്നാൽ അനേകർക്ക് അത് കഴിയില്ല. എന്താണ് കാരണമെന്നാണ് ഇവിടെ കർത്താവ് പറയുന്നത്. യേശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം പൂർത്തിയാകേണ്ടതിനാണ് ഇത്. കർത്താവെ, ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചു? അപ്പോൾ സദ്വാർത്ത ദൂതൻ നൽകുന്ന സന്ദേശം ആര് വിശ്വസിക്കുന്നു? കർത്താവിൻ്റെ ഭുജം, അവനിലൂടെ പ്രവർത്തിച്ച കർത്താവിൻ്റെ ആത്മാവിന് ആർക്കാണ് വെളിപ്പെട്ടത്? അതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, ഇന്ന് കഴിയുന്നില്ല. യേശയ്യാ വീണ്ടും പറഞ്ഞിരിക്കുന്നു. അതിന് കാരണമാണ് പറയുന്നതിന്. അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ അവർ എന്നിലേക്ക് തിരിഞ്ഞ്, അതായത് മാനസാന്തരപ്പെട്ട്, ഞാൻ അവരെ സുഖപ്പെടുത്തുകയും, അതായത് ഞാൻ അവരെ രക്ഷിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കുകയും ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്തു. ഇന്ന് ഈ വചനങ്ങൾ പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് കാണുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. കേൾക്കുന്നുണ്ട്, പക്ഷെ ഗ്രഹിക്കുന്നില്ല. അനുദപിക്കാൻ കഴിയുന്നില്ല. ദൈവത്തിലേക്ക് തിരിയാൻ കഴിയുന്നില്ല. കാരണം കർത്താവ് അവർ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു, ഹൃദയത്തെ കഠിനമാക്കിയിരിക്കുന്നു. 1 പത്രോസ് 4:17-18. എന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ ജ്ഞാനം ഇങ്ങനെ പറയുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 18-ാം അധ്യായം 20-21 വചനങ്ങൾ. ന്യായവിധിക്ക് മുൻപ് നിന്നെ തന്നെ പരിശോധിക്കുക. ന്യായവിധിക്ക് മുൻപ് നിന്നെ തന്നെ പരിശോധിക്കുക. വിധിവേളയിൽ നിനക്ക് മാപ്പ് ലഭിക്കും. വീഴും മുൻപ് വിനീതനാവുക, പാപം ചെയ്തു പോകും മുമ്പ് പിന്തിരിയുക. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവി താക്കീത് നൽകിയത്. വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു. ആ വിധിയിൽ നീ വിധിക്കപ്പെടാതിരിക്കാൻ, ദുഷ്ടൻ്റെയും പാപിയുടെയും മേൽ വരുന്ന ശിക്ഷ നിന്റെ മേൽ പതിക്കാതിരിക്കാൻ ഇന്ന് നീ നിന്നെ തന്നെ വിധിക്കുകയും ദൈവത്തിൻ്റെ വചനം ദൈവം അയച്ചവനിലൂടെ പ്രഘോഷിക്കപ്പെടുന്നത് ശ്രദ്ധിച്ച് കേട്ട് സ്വീകരിക്കുകയും ചെയ്യുക. അനുദപിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്ത് ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കുകയും ദൈവത്തെ അറിയുകയും ചെയ്യുക. ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കും അത് ആരംഭിക്കുക. അത് നമ്മിലാണ് ആരംഭിക്കുന്നതെങ്കിൽ, വിധി നമ്മിലാണ് ആരംഭിക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും? നമ്മൾ വായിച്ചു, ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കെതിരെ അവൻ അപ്രതികാരം ചെയ്യും. നീതിമാൻ കഷ്ടിച്ച് മാത്രം രക്ഷപ്പെടുന്നെങ്കിൽ ദുഷ്ടൻ്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ട് രക്ഷ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, ഇനിയും രക്ഷ ലഭിക്കാനുണ്ട് എന്ന് ദൈവവചനത്തിലൂടെ തിരിച്ചറിയാൻ കഴിയുന്ന ദൈവത്തിൻ്റെ മക്കളോട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഉദ്ബോധിപ്പിക്കുകയാണ്. ദുഷ്ടൻ്റെയും പാപിയുടെയും സ്ഥിതി കർത്താവിൻ്റെ വിധി ദിനത്തിൽ എന്തായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന രക്ഷ സ്വന്തമാക്കാൻ, ദൈവത്തിൻ്റെ വചനം, അവിടുത്തെ സദ്വാർത്ത ശ്രദ്ധയോടെ കേട്ടു സ്വീകരിക്കാൻ, ദൈവത്തിൻ്റെ വചനം വിശ്വാസത്തോടെ അനുസരിച്ച് ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ സ്വന്തമാക്കാൻ ഓരോ ദൈവമക്കൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി അവിടുന്ന് അവരുടെ മേൽ കരുണ ചൊരിയുകയും അവരുടെ കണ്ണുകൾ തുറന്നു കൊടുത്ത് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ അവരുടെ ഹൃദയം തുറന്നു കൊടുക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷ നൽകുമ്പോഴും ശിക്ഷ നൽകുമ്പോഴും മഹത്വപ്പെടുന്ന ദൈവത്തിൻ്റെ നാമത്തിന്, മഹത്വപ്പെടുന്ന ദൈവത്തിൻ്റെ നീതിക്ക് എല്ലാ സ്തുതിയും മഹത്വവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.